യൂട്യൂബിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു കൊച്ചാണെങ്കിൽ എന്നും എൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഡീപ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടാവോന്ന് ചോദിച്ചിട്ട് ഒരു ലിങ്ക് അയച്ച് അതേ കൂടി ചെയ്യണമെന്നും പറഞ്ഞിടും. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്കറിയത്തില്ല. ഞാൻ ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ഇടാമേ. നമ്മുടെ റൂം മാത്രമേ വൃത്തിയാക്കുന്നുണ്ട്, കാരണം എല്ലാം കൂടെ ഒരുമിച്ച് എനിക്ക് ഒറ്റയടിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് റൂം ചെയ്യുന്ന വീഡിയോ ഇടാന്ന് കരുതി. റൂം ആണെങ്കിൽ കുറച്ചധികം ദിവസമായി വൃത്തിയാക്കിയിട്ട് വെച്ചാൽ തൂക്കം എടുക്കും, എന്നാലും ജനലിലേക്ക് പൊടി തട്ടിയിട്ട് കുറച്ചധികം ദിവസമായി. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ആ വീഡിയോ എടുക്കാനും. അപ്പം വീഡിയോയിലോട്ട് പോകാം. 2025 കലണ്ടറാണ് ഞങ്ങൾക്ക് മേടിച്ചത്. 2026 പകുതിയാവാറ് മീൻസ് ഫെബ്രുവരി ആയി. മറ്റേ മോശമല്ലേ തുടക്കം എടുക്കുന്നത്. അയ്യോ ഫുൾ മിക്സാണ് കണ്ടില്ലേ. അത് ഞാൻ ഡെയിലി എടുക്കുന്നുണ്ടാണ് കേട്ടോ, വൃത്തിയാക്കാത്തൊന്നുമല്ല കേട്ടോ. എന്നാലും എളുപ്പെളുപ്പം എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നിറച്ചിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞിൻ്റെ മരുന്നും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ പൊട്ടിച്ചതും ഉപയോഗിച്ച് തീർന്നതും ഒക്കെ ഞാൻ ഇന്നാണ് കേട്ടോ അത് ക്ലിയർ ചെയ്ത് വിടുന്നത്. അങ്ങനെ ഓരോന്നും എടുത്ത് ഇങ്ങനെ നോക്കിയാണ്, കുലുക്കിയൊക്കെ നോക്കുന്നുണ്ട് തീർന്നോ ഇല്ലയോ എന്നൊക്കെ. എനിക്ക് ഈ വൈപ്സ് ഉണ്ടല്ലോ, എനിക്ക് ഈ വൈപ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് ഭയങ്കര ഫ്രാഗ്രൻസ് ഉള്ള നല്ല മണമുള്ള വൈപ്സാണ്. ചേർച്ചട്ടോട് ഇപ്പം പറഞ്ഞിട്ട് മേടിച്ചിട്ട് വന്നത് വെളിയിൽ നാലെണ്ണോടെ ഉള്ളത് ബാക്കി. പിന്നെ ഞാൻ കബോർഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. ഇത് എത്ര ക്ലീൻ ആക്കിയാലും വീണ്ടും ഇങ്ങനെ തന്നെ ആയിരിക്കും കിടക്കുന്നത്. നാളെ രാവിലെ നോക്കുമ്പോൾ വീണ്ടും ഇതായിട്ട് തന്നെ കിടക്കാറുണ്ട്. ഇപ്പം ഒരു വൈകുന്നേരം 4 മണിയൊക്കെ ആയ സമയത്താണ് കേട്ടോ ഇത് ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ കബോർഡ്സ് മാത്രം ഒന്ന് ക്ലിയർ ആക്കിയപ്പോഴത്തേക്ക് കടനായിട്ട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. തിരികെ വെച്ച് വിടാറുണ്ട് കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. കൊള്ളല്ലേ, ഇതെനിക്ക് പിള്ളാശം തന്നെയാണേ. ബാക്കിയൊക്കെ ഞാൻ തന്നെ മേടിച്ചത്. ഇതായിരുന്നു ഒരു ഫേവറേറ്റ്. ഇത് കഴിഞ്ഞ അവിടെ ഞങ്ങളുടെ തിരുവാതിരയ്ക്ക് വെച്ച്. അങ്ങനെ സെക്കൻഡ് സൈഡും ക്ലിയർ ആയിട്ടാണ് ഈ കമ്മലും നിലത്ത് ഇങ്ങനെ ഇട്ടേക്ക് വെക്കാൻ മിക്കപ്പോഴും എടുക്കുന്നതായതുകൊണ്ട് കേട്ടോ അതവിടെ ഞാൻ തലത്തിട്ടേക്കുന്നത്. അതൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഇപ്പോൾ പിന്നെ അടുത്ത സെക്ഷനോട് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ഈ ബോക്സ് നമ്മൾ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചാൽ കുറേ വർഷമായി, അന്നണക്ക് കൂടി അതിന് ഒരു കേട് കൊണ്ടിട്ടില്ല. പിന്നെ ഈ മാല നമ്മൾ തിരുവാതിരയ്ക്ക് ഇട്ട മാലയായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ഡെയിലി ഇടാനുള്ള കമ്മലുടെ ചെറിയൊരു പൗച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാം അതിലേക്കൊന്ന് ഇട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുകയാണേ. നല്ല സിപ്പൊക്കെ ഉള്ളതാണ്. അങ്ങനെ അത് ഇട്ട് വെക്കുന്നുണ്ടേ. പിന്നെ എൻ്റെ ദക്ഷിമോൻ്റെ കുറേ വാച്ചും പിന്നെ മസാജ് ചെയ്യണ സംഭവങ്ങളും പിന്നെ കുഞ്ഞിൻ്റെ കുറച്ച് മരുന്നും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടമനായിട്ടൊക്കെ പോയിട്ട് സന്ധ്യയില രാത്രിയായി വന്നപ്പോൾ, കാരണം ഭയങ്കര മഴയായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ബാക്കി ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എവിടെ എന്ത് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയാലും എൻ്റെ കുട്ടി അതിൻ്റെ അസിസ്റ്റൻ്റ് പണിക്ക് വരും. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തോ ബിസിയാണ്, അവൻ്റെ എന്തൊക്കെ വെട്ടലും കുത്തലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ആദ്യം ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ട് നന്നായിട്ട് തുടച്ചു കേട്ടോ. രാത്രിയിൽ അങ്ങനെ ചെയ്യത്തില്ല ആരും, പക്ഷെ ഞാനങ്ങ് ചെയ്തു. കാരണം പിറ്റേന്നൊക്കെ എനിക്ക് സമയമില്ല, അതുകൊണ്ട് രാത്രി തന്നെ എല്ലാം അങ്ങ് ചെയ്തിട്ട് കിടക്കാതെ വരും. കാരണം കുറേ കളിച്ച് വാരി നിലത്തൊക്കെ ഇട്ടല്ലോ കബോർഡൊക്കെ വൃത്തിയാക്കണ സമയത്ത്. അപ്പോൾ പിന്നെ എന്തായാലും നനഞ്ഞ് ഇനി കുളിച്ചിട്ട് കയറാമെന്നുള്ള രീതിയിൽ മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ കയറിയത്. ഈ ദശുമാൻ്റെ ടെൻറ്റാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. അത് എല്ലാ റൂമിനകത്ത് ഇങ്ങനെ നിർത്താറുണ്ട് കുട്ടി. പിന്നെ ഞാൻ കൊണ്ട് മാറ്റി വയ്ക്കും. അങ്ങനെ ആദ്യം നമ്മൾ ബെഡ്ഷീറ്റ് തലേണയൊക്കെ മാറ്റിയതിന് ശേഷം ബെഡ്ഷീറ്റ് മാറ്റിയില്ല കേട്ടോ, കാരണം പൊടിയെല്ലാം തെറിച്ചിന് ബെഡിനകത്തോട്ട് ഇടാക്കണ്ടെന്ന് കരുതിയിട്ട്. പിന്നെ കുഞ്ഞിൻ്റെ ഒരു പാൻറ് എടുത്ത് അത് കൈക്കകത്തൂടെ കയറ്റിയിട്ടാണ് കേട്ടോ ജനലൊക്കെ വൃത്തിയാക്കുന്നത്. ഇതാകുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ കൊണ്ട് സൈഡിലൊന്നും കൊണ്ട് നോവത്തില്ല. അതിന് ഞാൻ ഈ ഒരു ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. ചെറിയ പഴയൊരു പാൻറ്റാണ് അവൻ്റെ, അപ്പോൾ അത് വെച്ചിട്ടാണ് വൃത്തിയാക്കുന്നത്. പിന്നെ ദക്ഷു അന്ന് ഞാൻ മസാജ് ചെയ്യണ സാധനമൊക്കെ എടുത്ത് എൻ്റെ പുറത്തും അവൻ്റെ പുറത്തും എല്ലാം വെച്ച് മസാജ് ചെയ്യായിരുന്നു. എന്തൊരു സുഖമായിരുന്നതിന്. പിന്നെ ജനൽ രണ്ടും വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ പിന്നെ ബെഡാണ് കേട്ടോ വൃത്തിയാക്കിയത്. ബെഡ്ഷീറ്റൊക്കെ മാറ്റി ബെഡിൻ്റെ പ്രൊട്ടക്ടറുണ്ട് അതും മാറ്റി കേട്ടോ. ബെഡിൽ പ്രൊട്ടക്ടർ ഇട്ടില്ല. ജക്ഷു ചില സമയങ്ങളിൽ രാത്രി എനിക്ക് പണി തരാറുണ്ട്. അതുകൊണ്ട് പ്രൊട്ടക്ടർ അങ്ങനെ മാറ്റാറേ ഇല്ല. അതൊക്കെ ഊരി മാറ്റിയതിന് ശേഷം നമ്മൾ ബെഡൊക്കെ പിടിച്ച് മാറ്റി അതിലൊരു ബ്ലൂ കമ്പിളി ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടും അല്ല ഇടുന്നത്, ഇത് വെക്കാനും വേണ്ടി ഇതിന് വേണ്ടി ഒരു സ്ഥലം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ബെഡ് കട്ടിലിൻ്റെ മുകളിലോട്ട് അങ്ങ് വിരിച്ചിടുന്നതാണ് കേട്ടോ. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് തുടച്ചു കേട്ടോ. ഇതും ആ പാൻറ്റ് കൊണ്ട് തന്നെ പാൻറ്റിൻ്റെ അകത്തൂടെ കൈ കയറ്റിയിട്ടാണ് കേട്ടോ ഇതും തുടയ്ക്കുന്നത്. അത് നമ്മുടെ സൈഡൊന്നും കൈയിൻ്റെ സൈഡൊന്നും വേദനിക്കില്ലല്ലോ. അങ്ങനെ എല്ലാ സൈഡിലെയും ചിലന്തി വലയും പൊടിയൊക്കെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ട്, ചിലന്തി വലയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കിയിട്ട് ആ റൂമെല്ലാം ഒന്ന് തൂത്ത് തുടയ്ക്കുന്നുണ്ട് കേട്ടോ.
ഞങ്ങളുടെ റൂമിലാകെ 3 ഫോട്ടോ ഫ്രെയിമാണ് ഉള്ളത്. അതിൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റാണ് ദീക്ഷുവിനേക്ക്. എനിക്കത് കടിച്ചങ്ങ് പറിക്കാൻ തോന്നും, അത്ര രസമാണ് അവനെ ആ ഫോട്ടോയിൽ കാണാൻ. ഒന്നൊരു വിഷുവിനെടുത്ത ഫോട്ടോ, പിന്നെ കുഞ്ഞാദ്യമായിട്ട് കമന്ന് വീണപ്പോൾ എടുത്തൊരു ഫോട്ടോ, പിന്നെ ഞങ്ങളുടെ 3 പേരുടെയും കൂടി ഒരു ചെറിയൊരു ഫോട്ടോ. ഇത് ഞാൻ ഈ അടിക്കുന്ന മുകളിലത്തെ ഫാനിൻ്റെ പൊടിയാണ് കേട്ടോ. ഫാനിനകത്ത് പൊടിയെന്ന് വെച്ചാൽ സൈഡിൽ ഒരുമാതിരി പൊഹാറ കൂട്ടത്തൊരു സംഭവം ഉണ്ടല്ലോ, അത് അതിൻ്റെ ഇങ്ങനെ ഓരോ ലീഫിൻ്റെ എൻഡിൽ ഇങ്ങനെ കാണാം. അത് നമ്മൾ ഈ ചൂലുകൊണ്ട് തുടയ്ക്കുമ്പോൾ നീളത്തിലിഞ്ഞ് പോരും. അത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഫാനിന് നല്ല കാറ്റുമായിരിക്കും. അതിനുശേഷം നമ്മൾ റൂമൊക്കെ നന്നായിട്ട് 2-3 തവണയെങ്കിലും ഞാൻ ഈ പരിക്കൊക്കെ ഇപ്പോൾ തുടച്ച് കാണുവേ. ഇങ്ങനെ ഓരോ പൊടി തട്ടിയിട്ടും ഇങ്ങനെ ഫ്ലോർ ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൂട്ട് തന്നെയായിരുന്നു തുടയ്ക്കുന്നത്. 4-5 തവണത്തെ തുടയിലും കഴിഞ്ഞായിരുന്നു. ചവിട്ടിക്കൂട്ടല്ലേ ചീറ്റ് പോലെ ഈ ഇട്ടിരിക്കുന്ന ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഫേവറേറ്റാണ്. പക്ഷേ ഇതിനകത്ത് പില്ലോ കവർ ഇല്ല കേട്ടോ. ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് LED ലൈറ്റൊക്കെ ഇടുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസിന് വേണ്ടി മേടിച്ചതായിരുന്നു. അതിപ്പോൾ ഞാൻ റൂമിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ദീക്ഷിന് ഭയങ്കര സന്തോഷമായി കേട്ടോ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലീൻ ആക്കിയതിന് ശേഷമുള്ള ബെഡ്റൂം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.